അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂറ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. ഹിദായത്ത് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ നമ്മൾ, അള്ളാഹു പറയുന്നു ഹിദായത്ത് കിട്ടുന്നത് മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അവരാണ് ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ സന്മാർഗത്തിൽ അവരാണുള്ളത്. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. അവരുടെ അധ്വാനമാണ് വിജയം കാണുന്നത്. ഇനി ഹിദായത്ത് കിട്ടാത്ത ആളുകളുണ്ട്, ഹിദായത്ത് നേടാൻ കേപ്പബിൾ അല്ലാത്ത, അതിന് എലിജിബിലിറ്റി ഇല്ലാത്ത ആളുകൾ. അവർക്ക് റസൂലിനോട് പറയുന്നു, നീ വാൺ ചെയ്യുന്നതും വാൺ ചെയ്യാത്തതൊക്കെ സമമാണ്. കാരണം അവർക്ക് ഈമാൻ ഉണ്ടാവില്ല, അവർ വിശ്വസിക്കില്ല. ഇന്നല്ലദീന കഫറു, അല്ലദീന കഫറു എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈമാൻ്റെ ഓപ്പോസിറ്റാണ് ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അഥവാ അല്ലദീന കഫറു, അവർ കുഫർ ചെയ്യുന്നവരാണ്. ഈമാനല്ല അവർക്കുള്ളത്, അവർക്കുള്ളത് കുഫറാണ്. ഈമാനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അള്ളാഹുവിലുള്ള ട്രസ്റ്റാണ്. അതൊരു വീക്ഷണമല്ല, എല്ലാം പടച്ച ഒരു ആളുണ്ട് എന്ന ഒരു വീക്ഷണമല്ല, എന്ന ഒരു കാഴ്ചപ്പാടല്ല. മറിച്ച് അത് അള്ളാഹുവിലുള്ള ട്രസ്റ്റാണ്, അവൻ അയച്ചതിനൊക്കെയുള്ള ട്രസ്റ്റാണ്. മാത്രമല്ല അതിനോടുള്ള റെസ്പെക്റ്റാണ്, റെവറൻസാണ്, വില്ലിങ്നെസ്സാണ്. ഇങ്ങനെ ഒരുപാട് മോറലായിട്ടുള്ള ക്വാളിറ്റീസ് ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ തന്നെ കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മോറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രധാനമായിട്ട് നമുക്ക് ഖുർആനിൽ സൂറ ബഖറയിൽ തന്നെ കാണാൻ കഴിയും. ശുക്റിന് ഓപ്പോസിറ്റായിട്ട് ഖുർആനിൽ പലയിടത്തായിട്ടത് കാണാൻ കഴിയും. സൂറ ബഖറയിലെ 152 ആയത്തിൽ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ സ്മരിക്കൂ, അപ്പം ഞാൻ നിങ്ങളെയും സ്മരിക്കാം, നിങ്ങളെയും മെൻഷൻ ചെയ്യാം. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യൂ. വലാ തക്ഫുറൂനി, നിങ്ങൾ എന്നോട് ശുക്ർ നന്ദി കേട് കാണിക്കരുത്. അതായത് വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യൂ, എന്നോട് നന്ദി കാണിക്കൂ. വലാ തക്ഫുറൂനി, എന്നോട് നന്ദി കേട് കാണിക്കരുത്. അപ്പം ശുക്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാം. അതുപോലെ സൂറ ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൽ വൈൻ തഅദന റബ്ബുക്കും എന്ന് തുടങ്ങുന്ന ആയത്തിൽ കാണാം, ല ഇൻ ഷക്കർത്തും, നിങ്ങൾ നന്ദി ചെയ്തു കഴിഞ്ഞാൽ ല അസീദന്നക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. എന്നോട് നന്ദി കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. വല ഇൻ കഫർത്തും, ഇനി നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലഷദീദ്, എൻ്റെ അദാബ് അതികഠിനമാകുന്നു, നിശ്ചയമായിട്ടും എൻ്റെ അദാബ് അതികഠിനമാകുന്നു. അപ്പം നിങ്ങൾ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാലോ എൻ്റെ ശിക്ഷ അതിഭയങ്കരമാണ്. എൻ്റെ ഒരു ചെറിയ അനുഗ്രഹം നിങ്ങളിൽ നിന്ന് നീങ്ങിയാൽ മതി, അത് നിങ്ങൾക്ക് വലിയ ശിക്ഷയായിട്ട് മാറും. അപ്പോൾ അനുഗ്രഹത്തിന് ഈ ശുക്രിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കുഫറിനെ കാണാൻ കഴിയും. അപ്പം നന്ദി കേടാണ് കുഫർ. അള്ളാഹു ചെയ്ത നിഅമത്തുകളെ അതിനുള്ള നന്ദി കേടാണ്. അതുപോലെ അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുക, അള്ളാഹുവിനെ നിസ്സാരവൽക്കരിക്കുക. അള്ളാഹു ഒരാളെ അയച്ച് അള്ളാഹുവിങ്കിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവോടുള്ള റെസ്പെക്റ്റ് കാരണം അള്ളാഹു എത്രമാത്രം നമുക്ക് വലുതാണ്, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് വന്നത് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ടായിട്ട് അയാൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, അയാളെ പരിഗണിക്കുകയാണ് വേണ്ടത്. പിന്നെയാണ് അയാളെ സത്യാസത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത ഒരാൾ വന്നാൽ നമ്മൾ ആദ്യം തന്നെ അയാളെ സ്വീകരിക്കാതിരിക്കുകയോ അയാളെ ഡൗട്ട് അടിക്കുകയല്ല ചെയ്യുക. എന്ന പോലെ അള്ളാഹുവിൽ നിന്ന് വന്നത് എന്ന് പറയുമ്പോൾ ഒരാളെ പരിഗണിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് പുച്ഛിച്ച് തള്ളുക, ഇനി അള്ളാഹുവിൻ്റെ തന്നെ ഷിയാറുകളെയൊക്കെ നിസ്സാരവൽക്കരിക്കുക, അതിനെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നത് കാണാൻ കഴിയും. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ആയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭവനം സന്ദർശിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൊടുത്തപ്പോൾ മനിസ്തത്ത ഇലൈഹി സബീല, ആർക്കാണോ വഴിയാൽ അതിന് കഴിവുള്ളത് അങ്ങോട്ടേക്ക് പോകാനുള്ള കഴിവുള്ള ആളുകൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വമൻ കഫറ ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിസ്സാരവൽക്കരിച്ചാൽ, ആരെങ്കിലും ഇതിനെ വലിയ സംഗതിയായിട്ട് കാണുന്നില്ലെങ്കിൽ
അറിയുക, ഫൈനല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, മനുഷ്യരുടെ ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു ഗനിയാണ്, അവൻ റിച്ചാണ്. മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം അള്ളാഹുവിനില്ല. അപ്പം നിങ്ങൾ വന്നിട്ട് എൻ്റെ ഈ സംഗതികളൊന്നും വിജയിപ്പിച്ച് തരേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷിയാറിനെ മെൻഷൻ ചെയ്തപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിനെ സൂചിപ്പിക്കാൻ അള്ളാഹു കഫറ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിസ്സാരവൽക്കരിക്കുക എന്നതും കുഫറിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൈദ് ഖുൽനാലിൽ മലായിക്കത്ത് ഇസ്ജുദു, സൂറ ബഖറയിൽ തന്നെ കാണാം, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരൊക്കെ സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്നിട്ട് ഇബ്ലീസ് എന്താ ചെയ്തത്? അബാ, അവൻ വിസമ്മതിച്ചു, കൂട്ടാക്കിയില്ല. വസ്തക്ബറ, അവൻ കിബിർ കാണിച്ചു, അഹങ്കാരം നടിച്ചു. വക്കാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽപ്പെട്ടു. അപ്പോൾ കാഫിരീങ്ങളിൽപ്പെടുന്നതിൻ്റെ രണ്ട് പ്രധാന സവിശേഷത ഇവിടെ പറഞ്ഞത് അബാ വസ്തക്ബറ എന്നുള്ള. അവൻ നിഷേധിച്ചു, അവൻ കൂട്ടാക്കിയില്ല, വിസമ്മതിച്ചു, എന്നിട്ട് അവൻ അഹങ്കരിച്ചു. ഈ അഹങ്കാരവും കൂട്ടാക്കായ്മയൊക്കെ കുഫറിൽപ്പെട്ടതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളുക, നിഷേധിക്കുക. വല്ലദീന കഫറു, കുഫർ ചെയ്തവർ, വകദ്ദബൂബി ആയാത്തിന്, അഥവാ എൻ്റെ ആയത്തുകളെ തള്ളിയവർ, ഉലായിക അസ്ഹാബുന്നാരി ഹും ഫിഹാ ഖാലിദൂൻ, സൂറ ബഖറയിലെ 39-ാമത്തെ ആയത്തിൽ കാണാം. അവരാണ് തീയുടെ ആളുകൾ, അവരതിൽ ദീർഘവാസികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളുക, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അവഗണിക്കുക, അള്ളാഹുവിൻ്റെ ഷിആറുകളെ നിസ്സാരവൽക്കരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൂട്ടാക്കാതിരിക്കുക, അത് അനുസരിക്കാൻ കൂട്ടാക്കാതിരിക്കുക, കിബിർ കാണിക്കുക, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് പകരമായിട്ട് അതിന് വിരുദ്ധമായിട്ട് നന്ദികേട് കാണിക്കുക, ഇതൊക്കെയാണ് കുഫർ. അപ്പം ഇങ്ങനെ സ്വയം ചെയ്യുന്ന ആളുകൾ, കുഫർ ചെയ്യുന്നവർ, അവർ സ്വയം ചെയ്യുകയാണത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശരിക്കും ലിറ്ററലി കഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. അതുകൊണ്ടാണ് കഫാറത്ത്, നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് കഫാറത്ത് എന്നാണ് പറയുന്നത്. അതോടെ ആ തെറ്റ് മാഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അതുപോലെ ഫാർമറിനൊക്കെ, ഭൂമിയിൽ വിത്ത് കുഴിച്ചിടുന്ന ഒരു കർഷകനൊക്കെ കാഫിർ അല്ലെങ്കിൽ കുഫാർ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. കർഷകർ അവർ വിത്ത് ഭൂമിയിൽ മറച്ചു വെക്കുന്നതുകൊണ്ടാണ്. അപ്പം മറക്കുന്നവൻ, അങ്ങനെ നിഷേധിക്കുന്നവർ, സത്യത്തെ അംഗീകരിക്കാത്തവൻ, കിബിറും അതിൽപ്പെട്ടതാണല്ലോ. സത്യത്തെ അംഗീകരിക്കാതിരിക്കലാണ് കിബിറും. അപ്പം കിബിർ കാണിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നീ വാൺ ചെയ്യുന്നുണ്ടോ വാൺ ചെയ്യുന്നില്ലേ എന്നുള്ളത് സമമാണ്. ആ അന്തർത്ഥവും അംലം തുന്തിർഹും, നീ അവരെ വാൺ ചെയ്യുന്നുണ്ടോ അവരെ വാൺ ചെയ്യുന്നില്ലേ, അത് ഈക്വലാണ്. ലാ യുഅ്മിനൂൻ, അവർക്ക് ഈമാനില്ല, അവർ ഈമാൻ കൈക്കൊള്ളാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഈ ചെയ്തികൾ കാരണം, അവരുടെ ഈ സ്വഭാവം കാരണം അള്ളാഹു അവരുടെ കൽബുകൾക്ക് സീല് വെച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് ഹിദായത്ത് കയറില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകളെ അള്ളാഹു സീല് വെച്ചിരിക്കുന്നു, മൂടി വെച്ചിരിക്കുന്നു. വഅലാ സംഇഹിം, അവരുടെ ബുദ്ധിയിലേക്കും ഒന്നും കയറില്ല, അവരുടെ ചെവിയും അള്ളാഹു അടച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ബുദ്ധിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി വഅല അബ്സ്വാരിഹിം, അവരുടെ കണ്ണിനാണെങ്കിലോ ഗിഷാവത്തുൻ, ഒരു മറയുണ്ട്. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, വലിയ ശിക്ഷ അവർക്കുണ്ട്. അപ്പോൾ ഇതാണ് കുഫർ ചെയ്ത ആളുകളുടെ അവസ്ഥ. അവർക്ക് ഹിദായത്ത് നേടാൻ കഴിയില്ല, അതിനുള്ള എലിജിബിലിറ്റി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മുഅ്മിനുകളാകുന്നില്ല, അവർ മുത്തഖികളാകുന്നില്ല, അവർ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലല്ല, അവർ വിജയികളല്ല. അതിന് പകരമായിട്ട്, വിജയിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് എന്താ ഉള്ളത്? വലഹും അദാബുൻ അലീം, വലിയ അദാബാണ് അവർക്കുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷം, 7 ആയത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖുർആൻ തുടങ്ങുന്നത് ഒരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദീർഘമായ സംഭാഷണത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ വമിനന്നാസ്, അന്നാസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായിട്ട് ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ, അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കണം. അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ്, അന്നത്തെ ഒരു കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഖുർആനെ മനസ്സിലാക്കാൻ.
ഇറങ്ങുന്ന സമയത്തുള്ള ആളുകൾ, അന്നത്തെ സിസ്റ്റം, അന്നത്തെ സെറ്റിങ്സ് അതെങ്ങനെയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയ സന്ദേശം നമ്മൾ എല്ലാ കാലത്തേക്കും എക്സ്ട്രാപോളേറ്റ് ചെയ്ത് അങ്ങനെയും മനസ്സിലാക്കണം. പക്ഷേ പ്രൈമറിലി ഖുർആനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അതാരാണ്, ആരെക്കുറിച്ചാണ് എന്നൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. ഓരോ ആളുടെയും ഡീറ്റെയിൽസ് അറിയില്ലെങ്കിലും നമ്മൾ എന്ത് പശ്ചാത്തലത്തിലാണ് എന്നെങ്കിലും അറിയണം. മുമ്പ് നാം സൂചിപ്പിച്ചിരുന്നു, രോഗിയെക്കുറിച്ച് അറിയണമെന്നില്ല, പക്ഷേ രോഗത്തിനെക്കുറിച്ച് അറിയണം. ഏത് രോഗത്തിനുള്ള മരുന്നാണ് ഈ കൊടുക്കുന്നത് എന്നറിയണം. രോഗവും നമ്മൾ പഠിച്ചു വെക്കണം. ആ മരുന്ന് അക്കാലത്തുള്ള രോഗികൾക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തുമുള്ള രോഗികൾക്കും ആവശ്യമായതാണ്. അതുകൊണ്ട് രോഗിയുടെ പേരും വിവരവും വയസ്സും ഗോത്രവും ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ രോഗം എന്തായിരുന്നു എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഈ ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. വമിനൻ നാസി എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളിലുണ്ട്. അന്നത്തെ ഇത് മദീനയിലാണ് സൂറ അവതരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളിലുണ്ട് ഒരു കൂട്ടം ആളുകൾ. മൻ, ഒരുത്തനുണ്ട്. ലിറ്ററലി പറയുമ്പോൾ ഒരുത്തനുണ്ട്, സിംഗുലറായിട്ട് നമുക്ക് പറയാം. കാരണം യക്കൂലു എന്നാണ് പറയുന്നത്, യക്കൂലൂന എന്ന് പറയുന്നില്ല. അത് പ്ലൂറലാണെങ്കിലും അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ലിറ്ററലി നമ്മൾ നോക്കുമ്പോൾ യക്കൂലു, ഒരുത്തനുണ്ട്, ഇങ്ങനെ പറയുന്ന ഒരുത്തൻ ജനങ്ങളിലുണ്ട്. എങ്ങനെയാണ് അവൻ പറയുന്നത്? ആമന്നാ ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അവൻ പറയുന്ന അവനെക്കുറിച്ച് മാത്രമല്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിൽ യൗമില്ലാഹിർ, യൗമുല്ലാഹിറത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വമാഹും ബി മുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ വിശ്വാസം കീപ്പ് ചെയ്യുന്നവരല്ല, മുഅ്മിനീങ്ങളല്ല, എന്നും വിശ്വാസം കീപ്പ് ചെയ്യുന്നവരല്ല. അല്ലെങ്കിൽ അവർ വിശ്വാസികളോടൊപ്പമല്ല, വിശ്വാസികളുടെ കൂട്ടത്തിലല്ല. ഇവിടെ യൗമുൽ ആഹിർ എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ബിൽ ആഹിറ എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ബിൽ ആഹിറത്തിഹും യൂഖിനുൻ, മുഅന്നസായിട്ടാണ് ആഹിറ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു അതൊരു ജീവിതത്തെക്കുറിച്ചാണ്. കാരണം അത് മുഅന്നസായിട്ട് പറയാൻ കാരണം അവിടെ ഹയാത്താണ്. അതിൻ്റെ മൗസൂഫ് ഹയാത്താണ്. വബി ഹയാത്തിൽ ആഹിറ എന്നാണ്, ആഹിറത്തിലുള്ള ജീവിതം എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഫെമിനൈൻ. ഇവിടെ യൗമുൽ ആഹിർ എന്നാണ് പറഞ്ഞത്. അന്ത്യനാൾ എന്നൊക്കെ പറയും. അതിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിലും വിശ്വാസമുണ്ട് എന്നവർ പറയും. പക്ഷേ അവർ മുഅ്മിനീങ്ങളല്ല. യൗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം എന്ന് നമ്മളെ ഇന്നത്തെ ഒരു സെൻസിലൊരു 24 hour ഡേ നമുക്കിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പല രീതികളുണ്ട്, കലണ്ടറുണ്ട്. അതുകൊണ്ട് ഒരു സംഭവം എപ്പോഴാണ് നടന്നത്, ഏത് മാസമാണ്, ഇങ്ങനെ ഡേറ്റ് എന്ന് പറയുമ്പോൾ, ദിവസം എന്ന് പറയുമ്പോൾ കുറേ കൃത്യതയുണ്ട്. പക്ഷേ കലണ്ടറൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയും പോലെ 2020 4-ാം മാസം എന്നൊന്നും അവർക്ക് പറയാനില്ല. അവർ യൗമുൽ ബദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറിൻ്റെ കാലഘട്ടമാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഈ സൂറ അവതരിച്ചത് യൗമു ഉഹദിലാണെന്ന് പറഞ്ഞാൽ ഉഹുദ് നടന്ന ദിവസം എന്നൊന്നുമില്ല. ഉഹുദിൻ്റെ കാലഘട്ടം അതൊരു വർഷമോ 2 വർഷമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫതഹിൻ്റെ യൗമുൽ ഫതഹിലാണെന്ന് പറഞ്ഞാൽ മക്കം ഫതഹിൻ്റെ ദിവസമെന്നോ ആ ആഴ്ച എന്നൊന്നും അർത്ഥമില്ല. ആ ഒരു കാലഘട്ടത്തെ അങ്ങനെ ഓരോ സംഭവമായിട്ടാണ് പറയാറ്. അതുകൊണ്ട് യൗമെന്ന് പറഞ്ഞാൽ കാലഘട്ടമാണ്. അല്ലെങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ പല യൂണിറ്റ്, ചെറുതും വലുതുമായ ഏത് അർത്ഥത്തിലും പറയാം. ഒരു നിമിഷത്തെക്കുറിച്ചും പറയാം, നമ്മളെ സെൻസിലുള്ള ദിവസമാകാം, ഇനി കുറേ ദിവസങ്ങളാകാം, അതൊക്കെ യൗമാണ്. അപ്പോൾ ആഹിർ കാലഘട്ടം, അതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ഈമാനുണ്ട്, അള്ളാഹുവിനെക്കുറിച്ചും ഈമാനുണ്ട് എന്ന് പറയുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവർ ആക്ച്വലി മുഅ്മിനീങ്ങളല്ല.